Students, today we are moving on to the last portion of your subject, that is the business ethics. We will be dealing with the module 2, and by this we can end our portion, that is the module 3 and also the subject. Okay, so here today's lecture we are discussing what is meant by business ethics and what are the major green marketing practices. I hope that I have discussed green marketing in the previous lectures. Okay, just go through that for more detailing. So I will just discuss what is meant by business ethics for today's lecture. What is a business? Business എന്ന് പറയുന്നത് നമ്മൾ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യത്തിനെ നമുക്ക് ബിസിനസ് എന്ന് പറയാം. ബട്ട് ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് എൻറ്റിറ്റി ഓൾസോ ഇൻ എ സൊസൈറ്റി. പക്ഷേ ഒരു ബിസിനസ് ആക്ടിവിറ്റി നടക്കുമ്പോൾ അതിൽ ചിലപ്പോൾ നല്ലത് ഉണ്ടാവാം, ചീത്തതും ഉണ്ടാവാം. നമ്മുടെ ഫേമിന് നല്ലതായിരിക്കുന്ന പലതും ദ കസ്റ്റമേഴ്സ് ഓർ ദ ക്ലയൻസിന് നല്ലതാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് എന്ന കൺസെപ്റ്റിൽ ഒരു ബിസിനസ് റൺ ചെയ്യാണ്. സോ വി വിൽ ഡൂ സംതിങ് ഇല്ലീഗൽ ടു ഗെറ്റ് ആ ബിസിനസ് ഡൺ. ചിലപ്പം ഒരു വാട്ടർ ട്രീറ്റ്മെൻ്റ് ഒന്നും നടത്താതെ, ഇപ്പോൾ ഒരു ഫ്യൂവലിൻ്റെ ഒരു ഇൻഡസ്ട്രിയാണ്, നമ്മളൊരു ഫാക്ടറിയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഡൈയുടെ ഫാക്ടറി. ഇൻ ദാറ്റ് കേസ് ദർ വിൽ ബി മേജർ എഫ്ലുവൻസ് ഫ്രം ആ industry, but we won't be considering the harmful effects in some cases, and we will be dumping those wastewater into the water bodies. In that case, it is causing harm to the society that is living around the industry, but it is giving benefit to us. That is, if we are not planting any kind of water treatment plants, it will be beneficial to us. നമുക്ക് കൂടുതൽ കോസ്റ്റ് ഒന്നും ഇൻവോൾവ് ആവുന്നതിന് ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നില്ല, പക്ഷേ അത് ആ ചുറ്റുപാടുള്ള ആൾക്കാർക്ക് എപ്പോഴും നഷ്ടമാണ്. സോ a business sometimes give negative impact for some, while the same will give a positive impact to others. അപ്പോൾ നമ്മളൊരു ട്രസ്റ്റിൽ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ അത് ബിസിനസ് എത്തിക്സിന് വിരുദ്ധമായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. സോ it means fulfilling the commitments given, undertaking responsibility, not compromising in the quality, and to ensure the reliability. നമ്മൾ കൂടുതൽ കമ്മിറ്റഡ് ആയിട്ട്, നമ്മുടെ സൊസൈറ്റിക്ക് കമ്മിറ്റഡ് ആയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി എടുത്ത് ക്വാളിറ്റി ഒരിക്കലും ഡിറ്റോറേറ്റ് ചെയ്യാത്ത രീതി വർക്ക് ചെയ്യുന്നതിനാണ് ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്നത്. ഇപ്പോഴൊരു ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ്സും സർവീസസും പീപ്പിളിലേക്ക് എത്തിക്കുക, അതിൽ നിന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. പക്ഷേ അത് ഒരിക്കലും ബാക്കിയുള്ളവർക്ക് ഹാം ആവരുത്. നമുക്ക് ഇൻക്രീസ്ഡ് പ്രോഫിറ്റും റവന്യൂവും വേണമെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരെ നമ്മൾ ഒഴിവാക്കരുത്. ബിക്കോസ് അവേഴ്സ് ഇസ് നോട്ട് ആൻ ഐസൊലേറ്റഡ് എൻറ്റിറ്റി. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതല്ല, നമ്മൾ സൊസൈറ്റിയുടെ കൂടെ ചേർന്ന് സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസിൽ മാത്രമാണ് നമുക്കൊരു നല്ല ലൈഫ് ഉണ്ടാകുന്നത്. സോ ഓൾവേസ് എ ബിസിനസ് എത്തിക്സ് ഡ്രോസ് എ ലൈൻ ബിറ്റ്വീൻ ദ ഇൻഡിവിജ്വൽ ബെറ്റർമെൻറ്റ് ആൻഡ് സോഷ്യൽ ബെറ്റർമെൻറ്റ്. സോ നമ്മുടെ ബിസിനസ്സിൻ്റെ ബെറ്റർമെൻറ്റും വേണം, അതേപോലെ സൊസൈറ്റിയുടെ ബെറ്റർമെൻറ്റും വേണം. ദിസ് ഷുഡ് ബി സീൻ ഇൻ എ business ethics. So its main objective, the business ethics objective is to draw a line between the individual betterment and the social betterment. So for these we want a kind of green business. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനെ നമുക്ക് ഗ്രീൻ ബിസിനസ് എന്ന് പറയാം. ബിക്കോസ് ഇറ്റ് ഈസ് കോസിങ് ഓൺലി സേഫ് എൻവയോൺമെൻറ്റ് ഫോർ ദി പബ്ലിക് ഹു ആർ അറൗണ്ട് ദ ഇൻഡസ്ട്രി ഓർ ദി ഫാക്ടറി. So we are born to have a green business. Okay, so green business is a functioning in a capacity where no negative impact is made on the local or the global environment, the community, or the national എക്കോണമി. നമ്മൾ നാഷണൽ എക്കോണമിയോ അതോ കമ്മ്യൂണിറ്റിക്കോ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാണ്ട് വർക്ക് ചെയ്യുന്നതിനാണ് ഗ്രീൻ ബിസിനസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എൻഗേജ്ഡ് ഇൻ എ ഫോർവേഡ് തിങ്കിങ് പോളിസി. നമ്മൾ എൻവയോൺമെൻറ്റിൻ്റെ കൺസേൺസ് എന്താണ്, എൻവയോൺമെൻറ്റ് പോളിസീസ് എന്താണ്, അതെങ്ങനെ നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിനെ എഫക്റ്റ് ചെയ്യാതെ നമ്മൾ എല്ലാ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് എങ്ങനെ വർക്ക് ചെയ്യും, അതാണ് ഒരു ഗ്രീൻ ബിസിനസ്സിൽ വരുന്നത്. അതിന് നമുക്ക് സ്മാർട്ട് ബിസിനസ് എന്നും പറയാം. സ്മാർട്ട് എന്ന രീതി, സ്മാർട്ടായിട്ട് നമ്മൾ ഒരിക്കലും ഫ്യൂച്ചർ ജനറേഷനെ ഹാം ചെയ്യാത്ത രീതി, കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടാക്കി വർക്ക് ചെയ്യുന്നതിനാണ് ഗ്രീൻ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെപ്പോഴും എൻഷുർ ചെയ്യേണ്ടത് നല്ല ക്വാളിറ്റി എംപ്ലോയീസ് ആണോ കമ്പനിക്കുള്ളത്, അതേപോലെ ഹെൽത്തി ആൻഡ് ഹാപ്പിയർ ബിസിനസ് ആക്ടിവിറ്റീസ് ആണോ അവർ കണ്ടക്ട് ചെയ്യുന്നത് എന്നതാണ് നമ്മളെപ്പോഴും ഗ്രീൻ ബിസിനസ് നോക്കേണ്ടത്. ദർ ഷുഡ് ബി നോ നെഗറ്റീവ് ഇമ്പാക്ട് ഡ്യൂ ടു എ ബിസിനസ് ഇൻ എ ഗ്രീൻ എക്കോസിസ്റ്റം. അങ്ങനെയുള്ള ഗ്രീൻ ബിസിനസ്സിന് നമുക്ക് ഗ്രീൻ ഓൺട്രപ്രീനർഷിപ്പ് എന്നും പറയാം. ഓക്കെ, അല്ലെങ്കിൽ എക്കോ ബിസിനസ്, എക്കോളജിക്കൽ ബിസിനസ്, അങ്ങനെ ഏത് രീതിയിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. ബിക്കോസ്
It is always causing minimum loss to the environment. നാച്ചുറൽ എൻവയോൺമെൻറ്റ് മിനിമം കോസ്റ്റും അതേപോലെ ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റിയാണ് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് ബൈ ദിസ് ഗ്രീൻ ഓൺട്രപ്രീനർഷിപ്പ്. അപ്പോൾ എന്തെങ്കിലും ക്ലൈമറ്റ് ചേഞ്ചസോ ഒരിക്കലും നമ്മളുടെ ഗ്രീൻ ബിസിനസ് കാരണം ഉണ്ടാവരുത്. ഓൾവേസ് ഇറ്റ് ഷുഡ് കൺവേർട്ട് അവർ ട്രഡീഷണൽ എക്കണോമിക് ടു ദി സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഇതുവരെ നമ്മൾ ഫോർവേഡ് ചെയ്തിരിക്കുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൈക്കൊണ്ടുവരുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ പ്രോഫിറ്റ് മോട്ടീവ് എന്ന മാത്രം കൺസെപ്റ്റിലാണ്. ബട്ട് ഇറ്റ് ഷുഡ് ചേഞ്ച് ടു സം കൈൻഡ് ഓഫ് സസ്റ്റൈനബിൾ ഗ്രോത്ത്. നമുക്കും ഗ്രോത്ത് വേണം, അതേപോലെ സൊസൈറ്റിക്കും ബെനിഫിറ്റ് വേണം എന്ന രീതിയിൽ വർക്ക് ചെയ്യണം. അതിൽ നമ്മൾ പല രീതിയിലുള്ള ഇനിഷ്യേറ്റീവ്സ് ആയിരിക്കണം എടുക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ലെക്ചേഴ്സിൽ പഠിപ്പിച്ചായിരുന്നു, ചില ബാങ്കുകൾ, കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രീൻ ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് ദേ ആർ നോട്ട് കോസിങ് എനി കൈൻഡ് ഓഫ് ഹാം ടു ദി ഓർ ദേ ആർ സേവിങ് ദ നാച്ചുറൽ എക്കോസിസ്റ്റം ഓർ ദ നാച്ചുറൽ റിസോഴ്സസ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിയാൽ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ തന്നെ, കൊച്ചിൻ എയർപോർട്ട് വർക്ക് ചെയ്യുന്ന സോളാർ പാനൽസിൽ നിന്ന് കിട്ടുന്ന എനർജിയിലാണ്. വി ഹാവ് സീൻ ഏരിയ ഫിൽഡ് വിത്ത് സോളാർ പാനൽസ്. നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ നോർത്ത് സൈഡിലോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നെടുമ്പാശ്ശേരി ഭാഗത്ത് നിറയെ സോളാർ പാനൽസ് വെച്ചിട്ടുണ്ടാവും. ആ സോളാർ പാനൽസ് വെച്ചിട്ടാണ് അവരുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുള്ളായിട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ദാറ്റ് ഫേം കംപ്ലീറ്റ് ആയിട്ട്, സിയാലിൻ്റെ എയർപോർട്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ദേ ആർ യൂസിങ് ദ നാച്ചുറൽ റിസോഴ്സ്. ഒരു റിന്യൂവബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സാണ് അവരുടെ എനർജി സോഴ്സ് ആക്കിയിരിക്കുന്നത്. അതർവൈസ് ദേ വിൽ ബി റിക്വയർഡ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി. അതെല്ലാം സേവ് ചെയ്ത രീതിയിലൊരു ഒരു ഡെവലപ്മെൻറ്റ് അവർ ചെയ്തത്. സോ ദേ ആർ ഡൂയിങ് ഗ്രീൻ ബിസിനസ്. വി ക്യാൻ എൻഷ്യൂർ ദാറ്റ് ദേ ആർ ഡൂയിങ് എ ഗ്രീൻ ബിസിനസ്. അതൊരു ഡിഫറെൻറ്റ് ഇനീഷ്യേറ്റീവ്സ് ആണ്. അതേപോലെ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റും അതേപോലെ പൊല്യൂഷൻ കുറയ്ക്കുന്ന എങ്ങനെ, എല്ലാ കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് എങ്ങനെ കുറയ്ക്കും, ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരു ബിസിനസ് ആൾക്കാരെ നമ്മൾ എക്കോളജിക്കൽ ഓൺട്രപ്രീനേഴ്സ് എന്നും പറയാം. ഓൾവേസ് ഇറ്റ് ഈസ് എ ഫ്യൂച്ചർ ഓറിയൻറ്റഡ്. നമ്മൾ ഫ്യൂച്ചേഴ്സിന് വേണ്ടി, ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രീൻ ബിസിനസ് നോർമലി ചെയ്യുന്നത്. ആൻഡ് ഇതിനകത്ത് ഒരു എക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ എൻഗേജ്മെൻറ്റ് ഇസ് റിക്വയർഡ്. എല്ലാവരും തമ്മിലൊരു കോപ്പറേഷനിലേ വർക്ക് ചെയ്യാൻ പറ്റും. സോഷ്യൽ എൻഗേജ്മെൻറ്റും വേണം. അതുപോലെ ഒരു പുതിയ ഐഡിയ ആയിരിക്കണം, ഒരു ഇന്നോവേറ്റീവ് ഐഡിയാസ് ആയിരിക്കണം എപ്പോഴും ഇതിനകത്ത് വരുന്നത്. ആൻഡ് the three major components of an eco or a green entrepreneurship is traditional entrepreneurship, social entrepreneurship and sustainable entrepreneurship. നമ്മൾ ട്രഡീഷണലിയും സോഷ്യലിയും സസ്റ്റൈനബിലിറ്റി ആണ് നോക്കേണ്ടത്. സോ ദീസ് ത്രീ ആർ ദ മേജർ കമ്പോണൻസ് ഓഫ് എ ഗ്രീൻ ഓൺട്രപ്രണർഷിപ്പ്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് മെൻ ബൈ ഓൺട്രപ്രണർഷിപ്പ്. അപ്പോൾ അതിന് നമ്മൾ സ്റ്റാഫ്സിനെ, അവിടുത്തെ എംപ്ലോയീസിനെ എല്ലാം ട്രെയിൻ ചെയ്യണം. വാട്ട് ഇസ് മെൻ ബൈ ദിസ് ഗ്രീൻ ബിസിനസ്. So this is a short detailing about the green business. And now we can see what are the major സ്കോപ്പ് ഓഫ് ഗ്രീൻ ബിസിനസ്. ഒരു ഗ്രീൻ ബിസിനസ് കൊണ്ട് എന്തെല്ലാം സ്കോപ്പാണ് നമുക്ക് ലഭിക്കുന്നത് എന്നുവെച്ചാൽ എപ്പോഴും പുതിയ മോഡൽസ് വരും. അപ്പോൾ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് ഉണ്ടാവും മാർക്കറ്റിൽ. അങ്ങനെ കുറേ പേർപ്പസുകളുണ്ട് നമ്മുടെ ഗ്രീൻ ബിസിനസ്. സോ നൗ വി വോണ്ട് ടു മൂവ് ഇൻ ടു ദി ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഗ്രീൻ ബിസിനസ്സിൽ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. സോ വാട്ട് എ ഗ്രീൻ ബിസിനസ് ബി മെയ്ഡ് ഓഫ്. That is, first, it is a sustainable business. Future generation oriented ആയിട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ആയിരിക്കും. So it will be using minimal resources for the maximum benefit. So it is a sustainable business. Then it is reduce the cost. Green business always reduce cost. For example, ഇപ്പോൾ ഞാൻ സിയാലിൻ്റെ കേസ് പറഞ്ഞപ്പോൾ തന്നെ അവർ കോസ്റ്റ് വളരെ കുറച്ചിട്ടുണ്ട്. ഇനീഷ്യൽ കോസ്റ്റ് അത്രയും സോളാർ പാനൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി കുറേ കോസ്റ്റുകളായി കാണും. ദാറ്റ് ഇസ് ഹയർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി റിക്വയർ, ബട്ട് ദ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓർ ദ ഫ്യൂച്ചർ കോസ്റ്റ് വിൽ ബി മിനിമം. നമ്മൾ ഓരോ പ്രാവശ്യം ഇലക്ട്രിസിറ്റി ചാർജസ് എത്രത്തോളം വരും അതൊന്നും അവർക്ക് ബിയർ ചെയ്യേണ്ട. ബിക്കോസ് അത് ഓൾ ആർ got from the non-renewable resource of energy. So it reduces the cost to a maximum level. Then it reduces the negative impacts. എന്തെങ്കിലും നെഗറ്റീവ് ഇമ്പാക്റ്റ് എൻവയോൺമെൻറ്റിലേക്ക് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യും ബൈ യൂസിങ് എ ഗ്രീൻ ബിസിനസ് ആക്ടിവിറ്റി. ദെൻ ഇറ്റ് അട്രാക്ട്സ് ദ ടോപ്പ് ടാലൻസ്. എപ്പോഴും ടോപ്പ് ടാലൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഒരു ഗ്രീൻ ബിസിനസ് ആയിട്ടുള്ള ഫേമിൽ വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഈസ് ഗിവിങ് സം കൈൻഡ് ഓഫ് പ്രസ്റ്റീജ് ടു ദോസ് employees. So always they will be attracted, they will retain to the business. അവരെപ്പോഴും നിലനിൽക്കാൻ നോക്കും അങ്ങനെയുള്ളൊരു ഫേമിലേക്ക്. സോ ഇറ്റ് ഓൾവേസ് അട്രാക്ട്സ് ദ ടോപ്പ് ടാലൻറ്റ്.
നെക്സ്റ്റ് ഇറ്റ് ഫെസിലിറ്റേറ്റ് എക്കോ ഫ്രണ്ട്ലി ലൈഫ്. എക്കോ ഫ്രണ്ട്ലി ലൈഫ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഫ് ദേ ആർ ഡൂയിങ് സം കൈൻഡ് ഓഫ് ഗ്രീൻ ബിസിനസ്, ദേ വിൽ സീ ഇൻ ടു ദ എക്കോളജിക്കൽ സൈഡ് ഓഫ് ദി ഇൻസൈഡ് ദി ഓർഗനൈസേഷൻ ടു. അതിനുള്ളിൽ തന്നെ കൂടുതൽ വേസ്റ്റ് ഡിസ്പോസൽസിനും എല്ലാത്തിനും അതിൻ്റേതായ ഒരു രീതിയിലായിരിക്കും പോകുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് എൻ എക്കോ ഫ്രണ്ട്ലി ലൈഫ്. ഇറ്റ് ഓൾവേസ് ഫെസിലിറ്റേറ്റ് എ എക്കോ ഫ്രണ്ട്ലി life to those customers and also the employees and anyone. Next, it provides a safer and healthier world. ഒരു ഹെൽത്തിയർ അല്ലെങ്കിൽ സേഫർ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ആയിരിക്കും ഗ്രീൻ ബിസിനസ്സിലേക്ക് കൊടുക്കുന്നത്. ദേ ഓൾവേസ് പ്രൊവൈഡ് എസ് എ ഗുഡ് എൻവയോൺമെൻറ്റ്. ദെൻ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ കസ്റ്റമേഴ്സ് ആൻഡ് ദി ക്ലയൻസ്. ക്ലയൻസിനെയും കസ്റ്റമേഴ്സിനെ ഈക്വലി പ്രൊട്ടക്റ്റ് ചെയ്യും ഗ്രീൻ ബിസിനസ്. അവരുടെ കസ്റ്റമേഴ്സിന് ഗ്രീൻ പ്രൊഡക്ട്സ് ആയിരിക്കും കിട്ടുന്നത്. സിമിലർലി ദെയർ ക്ലയൻസ് വിൽ ബി ഹാപ്പിയർ ആസ് ദേ ആർ ഡൂയിങ് ഓൾസോ സംതിങ് ബെനിഫിഷ്യൽ ടു ദി എക്കോസിസ്റ്റം എന്നൊരു കൺസെപ്റ്റ് അവർക്കും ഡെവലപ്പ് ചെയ്ത് വരും. ദ കൊലാബറേറ്റിംഗ് കമ്പനീസ്, ഇപ്പോൾ സിയാലിൻ്റെ കൂടെ വേറെ ആരെങ്കിലും ചേർന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ദേ ഓൾസോ ഹാവ് എ ഫീലിംഗ് ദാറ്റ് ദേ ആർ ഡൂയിങ് സംതിങ് ഫോർ ദി എൻവയോൺമെൻറ്റ് എന്ന രീതിയിൽ പ്രൊട്ടക്ഷനും ഉണ്ട്. അതേപോലെ ഗിവിങ് കൈൻഡ് ഓഫ് prestige for the clients and the customers. Then it creates the job opportunities. ഇങ്ങനെ ഗ്രീൻ ബിസിനസ് വരാമെന്ന് വെച്ചാൽ പല രീതിയിലുള്ള ഇന്നൊവേറ്റീവ് മെത്തേഡ്സ് വരണം, പുതിയതായിട്ടുള്ള മെത്തേഡ്സ്. ഇപ്പോൾ ഗ്രീൻ എനർജി ആയിട്ട് സിയാൽ അഡോപ്റ്റ് ചെയ്തത് സോളാർ എനർജി ആണെങ്കിൽ വൺസ് ദേ വർ ദ ഫസ്റ്റ് ഹൂ ഡിഡ് ദാറ്റ്. ഒരു സോളാർ എനർജിയിലൂടെ ഇത്രയും വലിയൊരു ഫേം വർക്ക് ചെയ്യാം, ഒരു വലിയ ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് അത്രത്തോളം എഫേർട്ടും ഉണ്ടാവും, കുറേ ഇന്നൊവേറ്റീവ് ടെക്നിക്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ടാവും. അതർവൈസ് ഇറ്റ് വോണ്ട് ബി കേപ്പബിൾ ഓർ പോസിബിൾ. സോ ഇറ്റ് ഇൻവോൾവ്സ് ദ ഗ്രേറ്റർ ഓപ്പർച്യൂണിറ്റീസ്. പല ഫീൽഡിലുള്ള ആൾക്കാർക്ക് ജോലി സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് ഗ്രീൻ business. So always it creates a job opportunity. So these are the major characteristics of a green business, we can say. It's a sustainable business. It reduces the cost even if the investment or the initial investment is huge. Then it reduces the negative impacts caused due to the other source of energy. Then it is an environment friendly business and it attracts the top talent and retains the employees within the organization, and it facilitates an eco-friendly life to those people engaged in the business. Then it provides a safer and healthier world for the society. Then it protects the customers and the clients, and it also creates the job opportunities. So these are the major characteristics of a green business. Now we want to see what are the problems. Even if the green business is having many qualities of any importance in the ecosystem, it faces many kind of problems. What is the first one? The feeling of beleaguered. That is, എപ്പോഴും ഒരു ഓവർവെൽമിങ് ആയിരിക്കും ബിസിനസ്. പുതിയൊരു സ്റ്റൈലാണ് അവർ അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ദേ വിൽ ബി ദ കസ്റ്റമേഴ്സ് ഓർ ദി എംപ്ലോയീസ് വിൽ ബി ഹെസിസ്റ്റൻറ്റ് ഫോർ ദ ചേഞ്ച്. റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പുതിയൊരു ടെക്നോളജി വന്നു അല്ലെങ്കിൽ പുതിയൊരു മെത്തേഡ് കണ്ടുപിടിക്കുമ്പോൾ അതിലേക്ക് മാറാൻ അവിടെയുള്ള വർക്കേഴ്സിനും അതേപോലെ മാനേജ്മെൻറ്റിനും ഒരു പേടിയുണ്ടാവും. ഇത് എഫക്റ്റീവ് ആവുമോ, ഇഫ് ഇറ്റ് വിൽ കോസ് എനി അതർ പ്രോബ്ലംസ് എന്ന രീതി, ഇത് ബുദ്ധിമുട്ടാവുമോ, നമുക്ക് പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റില്ലേ. ഇപ്പോൾ സിയാൽ തന്നെ വേണ്ട, എല്ലാ എയർപോർട്ട്സിനെ പോലെ ഞങ്ങളും ഇലക്ട്രിസിറ്റി മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, സോളാർ എനർജി ആയിട്ട് വെറുതെ നടന്നില്ലെങ്കിലോ എന്ന രീതിയിൽ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരിക്കലും നടക്കില്ലായിരുന്നു. ബട്ട് ദേ ടുക്ക് ദ കറേജ് ടു ഡു ഇറ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് പേടിച്ച് മാറി നിൽക്കുന്ന ഒന്നുണ്ട്. ദാറ്റ് ഈസ് ദ ഹെസിറ്റേഷൻ ഓഫ് ദ ഫിയർ ടു ചേഞ്ച് ഫ്രം ദി ട്രഡീഷണൽ മോഡ്. ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡിൽ നിന്ന് മാറാനുള്ള ഒരു പേടി, അതാവാം. ദെൻ ബ്രെയിൻ വാഷ് എന്ന് വെച്ചാൽ എപ്പോഴും ഈസി അല്ല ഗ്രീൻ ആക്കുന്നത്. അതിന് കുറേ കാര്യങ്ങൾ വേണം, നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട്, അതുപോലെ നല്ലൊരു വിഷൻ ഉണ്ടായിരിക്കണം. എങ്ങനെ എത്തും നമ്മൾ ഈ മെത്തേഡ് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ എന്ന രീതി ഭയങ്കര ടാസ്ക് ഉള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും, ചെയ്യണോ എന്ന്. ദാറ്റ് ഈസ് ദ ബ്രെയിൻ വാഷ്ഡ് സിറ്റുവേഷൻ. ദെൻ മയോപിക് ബിസിനസ്. എല്ലാവരും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒറ്റൊരാൾക്കായിട്ട് വലിയ വലിയ ചേഞ്ചസ് ഒന്നും വരുത്താൻ പറ്റത്തില്ല, നമ്മൾ ഒരു കുഞ്ഞു ഭാഗം മാത്രമാണ് സൊസൈറ്റിയുടെ. സോ ഇഫ് വി ആർ ഡൂയിങ് ദിസ് ദ ഹോൾ വേൾഡ് വിൽ നോട്ട് ചേഞ്ച് എന്ന രീതിയിലൊരു ചിന്താഗതി ഉണ്ടാകും. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഗ്രീനായി മാറിയെന്നുകൊണ്ട് ബാക്കി ആരും മാറുന്നുമില്ല, എൻവയോൺമെൻറ്റിൽ ഒരു ചേഞ്ചും ഉണ്ടാവുന്നില്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നുണ്ടാവും കുറേ ആൾക്കാർ. അതുകൊണ്ടും നമ്മൾ ഗ്രീൻ ബിസിനസ്സിലേക്ക് മാത്രം മാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ അവിടെ വേസ്റ്റൊക്കെ പ്ലാസ്റ്റിക് വേസ്റ്റ് കിടക്കുന്നു. സോ
we also have something to dump. നമ്മളുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറുണ്ട്. സോ വി വോണ്ട് ഡംപ് ഇറ്റ്. ബട്ട് നമ്മൾ നോക്കുമ്പോൾ റോഡിലൊക്കെ കിടക്കുന്നു, എന്നാൽ വേസ്റ്റ് ബിന്നും ഉണ്ട്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തോന്നുന്നു എല്ലാവരും റോഡിലിട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ ഞാൻ മാത്രം കൊണ്ടുപോയി വേസ്റ്റ് ബാസ്ക്കറ്റ് തപ്പി പിടിക്കേണ്ട കാര്യം എന്താ, ഞാൻ മാത്രം ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ വേൾഡിൽ എന്ന രീതിയിലൊരു ചിന്ത. അതിനെയാണ് നമുക്ക് ബയോപിക് ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് ആക്ടിവിറ്റി അതുപോലെ ചിന്തിക്കുന്നു. എൻ്റെ ഒരു സിംഗിൾ ആക്ഷൻ കൊണ്ട് ഒരു ചേഞ്ചും നമ്മുടെ ഗ്ലോബലി എൻവയോൺമെൻറ്റിന് നല്ലതൊന്നും ഉണ്ടാവുന്നില്ല എന്ന ചിന്താഗതി. ദാറ്റ് ഈസ് ദ മയോപിക് ബിസിനസ്. നെക്സ്റ്റ് വൺ ഇസ് ദ അൺഅവെയർനെസ്. പക്ഷെ നമുക്ക് എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ആ സൊസൈറ്റിയിലുള്ള ഒരാളാണ്, ഞാൻ അതിനു വേണ്ടി എന്തെങ്കിലും പ്രയത്നിക്കണം എന്നൊരു ചിന്തയില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അറിവില്ലായ്മ ചിലപ്പോൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഗ്രീൻ ബിസിനസ്സിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ആക്റ്റീവ്. ദാറ്റ് ഇസ് അൺഅവെയർനെസ്. നെക്സ്റ്റ് വൺ ഇസ് ദ കെയർലെസ്നെസ്. നമ്മൾ ഗ്രീൻ ഇഷ്യൂസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക. എന്തിനാണ് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ഇഷ്യൂവിൽ നോക്കുന്നത്, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട കാര്യം ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്ന രീതിയിൽ ചിന്തിക്കുന്നത്, അതിനെയാണ് കെയർലെസ്നെസ് എന്ന് പറയുക. ടു ബിസി, എനിക്ക് ചിന്തിക്കാനൊന്നും സമയമില്ല, എനിക്ക് വേറേതായ കുറേ പണികളുണ്ട്, ജോലികളുണ്ട് ചെയ്യാൻ. സോ വൈ ഷുഡ് ഐ തിങ്ക് ഓഫ് ദിസ് ഗ്രീൻ കൺസെപ്റ്റ്? എന്തിനു ഞാൻ കൂടുതൽ ചിന്തിക്കണം? ഐ ഡു മൈ ബിസിനസ്. ഐ ഡോണ്ട് വോണ്ട് ടു സീ ഫോർ ദ ecosystem or the future എന്ന രീതി ചിന്തിക്കുന്നത്, ബിക്കോസ് ദേ ബിക്കം ടു ബിസി ഇൻ ദെയർ വർക്ക്. നെക്സ്റ്റ് വൺ ഇസ് ദ ഡ്യുവൽ ഇമ്പാക്റ്റ്. ഡ്യുവൽ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമ്മളെയും പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിനെയും പ്രൊട്ടക്റ്റ് ചെയ്യണം, അതേപോലെ നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. പക്ഷേ ചിലപ്പോൾ നമുക്ക് തോന്നുന്നത് നമ്മൾ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഹാം ചെയ്യുകയാണോ നമ്മുടെ ബിസിനസ്സിനെ എന്ന രീതി. ശരി, എൻവയോൺമെൻറ്റ് പ്രൊട്ടക്റ്റ് ചെയ്ത് ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ബിസിനസ്സിന് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, ബിസിനസ് കുറയാൻ സാധ്യതയുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ജ്യൂസ് വിൽക്കുന്ന ആൾക്കാരാണെന്ന് വെച്ചാൽ ജ്യൂസ് മാനുഫാക്ചേഴ്സ്, സോ ദേ വിൽ ബി യൂസിങ് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ. പക്ഷേ ഞാനും ഒരു ജ്യൂസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു, ആൻഡ് ഐ വോണ്ട് ടു ഡു സംതിങ് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി എന്ന കൺസെപ്റ്റിൽ ചെയ്യാൻ വേണ്ടി ഞാനത് പേപ്പർ ബാഗിൽ വല്ലതുമാണ് പാക്ക് ചെയ്യുന്നതെങ്കിൽ സംടൈംസ് ഇറ്റ് വിൽ ഗെറ്റ് ലീഡ്. എൻ്റെ പ്രൊഡക്റ്റ് ചിലപ്പോൾ കസ്റ്റമറിനെ വരെ എത്തത്തില്ല, ട്രാൻസ്പോർട്ടേഷനിടയ്ക്ക് നഷ്ടമാകും. സോ ബിസിനസ്, ഞാൻ ഗ്രീൻ എന്ന കാര്യം ചിന്തിച്ചപ്പോഴേക്കും എൻ്റെ ബിസിനസ്സാണ് ഡള്ളായത്. സോ ആ ഡ്യുവൽ ഇമ്പാക്റ്റ് ആയിട്ട് നമ്മളുടെ ബിസിനസ്സിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ എൻവയോൺമെൻറ്റൽ പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നതിനെയാണ് നമുക്ക് ഡ്യുവൽ ഇമ്പാക്റ്റിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഇസ് ദ കോസ്റ്റ് എഫക്റ്റ്. ഗ്രീൻ ബിസിനസ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണ്ട ഒരു കാറ്റഗറിയാണ്. സോ ഇൻ കൈൻഡ് ഓഫ് ഓൾ ദ സ്മോളർ ചേഞ്ചസ്, പ്രൊഡക്ഷനിലും ഓപ്പറേഷനിലും ചെറിയ ചെറിയ ചേഞ്ചസിന് പോലും വി വിൽ ബി റിക്വയറിങ് ഹ്യൂജ് എക്സ്പെൻഡിച്ചർ, ആൻഡ് ദാറ്റ് വോണ്ട് ബി സംടൈംസ് ഫേവറബിൾ ടു അവർ ബിസിനസ്. ചിലപ്പോൾ നമുക്ക് അത്രയും ഫണ്ടിങ് ഉണ്ടാവത്തില്ല, അപ്പോൾ അതുകൊണ്ടും ചിലപ്പോൾ ഗ്രീൻ ബിസിനസ് തടഞ്ഞു പോകാറുണ്ട്. ദാറ്റ് ഇസ് എ കോസ്റ്റ് എഫക്റ്റ്. നെക്സ്റ്റ് വൺ പുഷസ് അപ്പ് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. വി ആർ സീൻ ദാറ്റ് ഏതൊരു ഗ്രീൻ മാർക്കറ്റിംഗ് പ്രൊഡക്ട്സിൻ്റെയും പ്രൈസ് ഇച്ചിരി കൂടുതലായിരിക്കും. ദേ വിൽ ബി മെൻഷനിങ് ദാറ്റ് ഇൻ ദ ടോപ്പ് ഓൾസോ. ഞങ്ങൾ ഗ്രീൻ ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ പ്രൊഡക്റ്റിൽ അതിൻ്റെ പാക്കേജിങ്ങിലും അഡ്വർടൈസ്മെൻറ്റ്സിലും അങ്ങനെ തന്നെ കാണിക്കുന്നുണ്ടാവും. ഇൻ ദാറ്റ് കേസ് ആ പ്രൈസ് കൂട്ടി വിൽക്കേണ്ടി വരും. സംടൈംസ് ആ പ്രൈസ് സെയിൽസിനെ എഫക്റ്റ് ചെയ്യും, സെയിൽസ് കുറയാൻ കാരണമാവും. നമ്മൾ ഗ്രീനിലേക്ക് പോയപ്പോൾ ചെറിയ പ്രൈസ് ചേഞ്ച് വരുത്തിയപ്പോൾ ഇതിന് ഇത്രയും പ്രൈസ് ആയല്ലോ, സോ വി ക്യാൻ സ്വിച്ച് ഓൺ ടു അനദർ വൺ എന്ന രീതി കസ്റ്റമേഴ്സും ചിന്തിക്കാം. സോ ദാറ്റ് ഈസ് ദി pushes up the price of the product, which causes the decrease in the sales. Next, the data risk. നമുക്കതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല, എവിടെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്യേണ്ടത്, അതിനെപ്പറ്റി അല്ലെങ്കിൽ കിട്ടിയിരുന്ന ഡേറ്റയൊക്കെ നഷ്ടമായി, നമുക്ക് ഗ്രീൻ ബിസിനസ്സിലേക്ക് മൂവ് ചെയ്യേണ്ടത് എങ്ങനെയെന്നുള്ള ആ ഡേറ്റ നഷ്ടമായി, അങ്ങനെ പലതും കൊണ്ട് സംഭവിക്കാം. ആൻഡ് ലാസ്റ്റ്, ദ കസ്റ്റമർ ബാക്ക്ലാഷ്. നമുക്ക് ലേമനിന് ഒരു ഗ്രീനിങ്ങിനെ പറ്റിയിട്ടൊരു അത് കസ്റ്റമേഴ്സിന് അതിനെ പറ്റിയിട്ടൊരു ഐഡിയ ഇല്ലാതെ വരുമ്പോൾ ദേ വോണ്ട് ബി ഫോളോയിങ് ഓൺ ഫോർ ദി ഗ്രീൻ പ്രൊഡക്ട്സ്. അപ്പം അങ്ങനെ കസ്റ്റമേഴ്സിന് ആവശ്യമില്ലാത്ത ആണെങ്കിൽ പിന്നെ നമ്മളത് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് എപ്പോഴും നമ്മുടെ ബിസിനസ്സിന് തളർച്ചയായിരിക്കും ഉണ്ടാകുന്നത്. സോ ദാറ്റ് ഈസ് ദ അനദർ പ്രോബ്ലം. സോ ദ മേജർ ഗ്രീൻ ബിസിനസ് പ്രോബ്ലംസ് ആർ ഫീലിംഗ് ഓഫ് bewildered, then brainwash, myopic business, unawareness, carelessness, too busy, dual impact, cost effect, pushes up the price of the product, data risk, and customer backlash.
But if we are solving these all problems, the green business will give greater benefits. നമ്മൾ റീസൈക്കിൾ മെറ്റീരിയൽസിൽ നിന്ന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അതല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സ് കൊണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിസിനസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഗ്രീൻ ബിസിനസ് ബെനിഫിറ്റ്സ് ആയിരിക്കും കൊണ്ടുവരാൻ. സോ വി വോണ്ട് ടു ഓവർകം ഓൾ ദീസ് hindrances or the problems. Only then we can have greater benefits from the green business. So we want to do some of the efforts to make this green business നമുക്ക് ഇത്ര ബെനിഫിറ്റ്സ് കിട്ടി, പ്രോബ്ലംസ് ഒക്കെ റിക്കവർ ചെയ്താൽ നമ്മൾ കുറച്ച് എഫേർട്ട് ഇടണം. ആ എഫേർട്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് ആ ഗ്രീൻ ബിസിനസ്സിനെ സക്സസ്ഫുൾ ആക്കാം. വി ക്യാൻ മേക്ക് ഇറ്റ് സക്സസ്ഫുൾ. വാട്ട് ആർ ദ വേസ്? ഫസ്റ്റ് കോസ്റ്റ് സേവിങ് ആൻഡ് പ്രോഫിറ്റ് എൻഹാൻസ്മെൻറ്റ്. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മുടെ കോസ്റ്റ് സേവ് ചെയ്യാൻ നോക്കുക, അതിൽ പ്രോഫിറ്റ് കൂട്ടാൻ നോക്കുക. അതിന് നമ്മൾ എനർജി കുറയ്ക്കണം, അതുപോലെ റീസൈക്കിൾഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം, സപ്ലൈ ചെയിൻസ് എല്ലാം ഒപ്റ്റിമൈസ് ചെയ്ത് ആവശ്യത്തിന് മാത്രം എന്ന രീതിയിലാക്കണം. ഇൻസെൻറ്റീവ്സ് കൊടുക്കണം. ഗ്രീൻ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിനുള്ള ഗ്രീൻ ബിസിനസ്സിനുള്ള റിബേറ്റ്സ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യുക. ഒരു അവരെ പറ്റിയിട്ടുള്ള അവരുടെ ആൾക്കാരുടെ ട്രാവൽ എക്സ്പെൻസസ് തന്നെ കുറച്ച് തന്നെ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം. അതുപോലെ ട്രാവൽ എക്സ്പെൻസ് കുറയ്ക്കുക മീൻസ് ട്രാവലിംഗ് കുറയ്ക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് എൻവയോൺമെൻറ്റ് ഇമ്പാക്ട്സും കുറയ്ക്കാൻ പറ്റും. സോ വി ക്യാൻ ഓപ്റ്റ് പീപ്പിൾ ഫോർ ദ വീഡിയോ കോൺഫറൻസസ് മെയിൻലി. ഒരു ഗ്രീൻ ബിസിനസ് എന്ന രീതിയിൽ ഇപ്പോൾ നടക്കുന്നത് നോർമലി നമുക്ക് പറയാം എല്ലാ ബിസിനസ്സും ഗ്രീൻ ബിസിനസ്സാണ്. പൊല്യൂഷൻ വളരെയധികം കുറഞ്ഞു ബിക്കോസ് നൺ ആർ ട്രാവലിംഗ് റൗണ്ട് ദ വേൾഡ്. ആരും അങ്ങനെ കൂടുതൽ യാത്രകളൊന്നും ചെയ്യുന്നില്ല, വളരെ കുറവ് യാത്രകൾ മാത്രമേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാം വീഡിയോ കോൺഫറൻസിലൂടെ വീഡിയോ ക്ലാസ്സസിലൂടെയൊക്കെ എല്ലാം ചെയ്യുന്നത്. സോ ദാറ്റ് വേ വി ക്യാൻ റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് ഓൾസോ എൻഹാൻസ് the profit. That is the efforts for cost saving and profit enhancement. Next one is the capitalize competitive advantage. നമ്മൾ എങ്ങനെയെങ്കിലും കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. ഗ്രീൻ കസ്റ്റമേഴ്സ്, ഗ്രീൻ മാർക്കറ്റ് എന്ന രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. അവരോട് പറയാം, നിങ്ങൾ അങ്ങനെ ഒരു സൊസൈറ്റിയിലെ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ യു ആർ ഗെറ്റിംഗ് സം കൈൻഡ് ഓഫ് ബെനിഫിറ്റ് ആസ് എ ന്യൂ കസ്റ്റമർ എന്ന രീതിയിൽ നമ്മൾ അവർക്കൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് കൊടുക്കുക. ദെൻ പുതിയ സ്ട്രാറ്റജി എങ്ങനെയെങ്കിലും ഗ്രീൻ മാർക്കറ്റിംഗ് എന്ന രീതിയിൽ നമ്മുടെ ബ്രാൻഡിനെ ഇമേജ് കൊടുക്കാൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഇമേജ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. സ്ട്രാറ്റജി ഷുഡ് ബി ടേക്കൺ ആൻഡ് ഓൾ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓഫ് ആർ കമ്പനി. കസ്റ്റമേഴ്സ് മാത്രമല്ല, നമ്മുടെ എംപ്ലോയീസും അതുപോലെ സപ്ലയേഴ്സും ഇനി ഫിനാൻഷ്യൽ സപ്പോർട്ട് തരുന്ന NBFCs ഉണ്ടെങ്കിൽ അവരും എല്ലാവരെയും നമ്മൾ ഈ എൻവയോൺമെൻറ്റൽ കൺസേൺസിനെ പറ്റി അല്ലെങ്കിൽ ഗ്രീൻ മാർക്കറ്റിംഗ് കൺസെപ്റ്റിനെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുക. ദേ ഷുഡ് ബി മെയ്ഡ് അവെയർ ഓഫ് ദി ഡെവലപ്മെൻറ്റ് ദാറ്റ് വി ആർ മേക്കിംഗ് ടു മേക്ക് അസ് അവർ വേൾഡ് സസ്റ്റൈനബിൾ. അതിനെപ്പറ്റി അങ്ങനെ നമ്മളൊരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ക്രിയേറ്റ് ചെയ്യുക കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ. തേർഡ് വൺ ഈസ് മേക്ക് ദ വേൾഡ് സേഫർ ആൻഡ് ഹെൽത്തിയർ. we can have a green business, so it will reduce the environmental impacts. Environment ഉണ്ടാക്കുന്ന നഷ്ടങ്ങളെല്ലാം കുറേയൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, CSR എന്ന് പറയും. എപ്പോഴും ബിസിനസ് CSR ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു, അതിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ബിസിനസ് ആണ് എന്നത് ആൾക്കാരെ അറിയിച്ച് ഇറ്റ് മേക്സ് ദ വേൾഡ് സേഫർ ആൻഡ് ഹെൽത്തിയർ ആൻഡ് ഓൾസോ ക്രിയേറ്റ് ഓർ ബിൽഡ് എ ഗുഡ് വിൽ, കമ്മ്യൂണിറ്റി ഗുഡ് വിൽ ബിൽഡ് ചെയ്തെടുക്കുക. ദീസ് ആർ ദ വേസ് ടു മേക്ക് ദ വേൾഡ് സേഫർ ആൻഡ് ഹെൽത്തിയർ. ആൻഡ് ലാസ്റ്റ്, റീറ്റെയിൻ ആൻഡ് അട്രാക്ട് ദ ടോപ്പ് ടാലൻറ്റ്. എപ്പോഴും നമ്മുടെ ബിസിനസ് ഗ്രീൻ ബിസിനസ് ആക്കുമ്പോൾ അതിനുള്ളിലുള്ള ഓപ്പറേഷൻസും ട്രാൻസാക്ഷൻസും റൂൾസും എല്ലാം ഗ്രീൻ ബിസിനസ്സിനനുസരിച്ചുള്ളതായിരിക്കണം. ഗ്രീൻ ബിസിനസ്സിനനുസരിച്ച് ആവുമ്പോൾ എപ്പോഴും അത് റിസ്ക്കും കുറയ്ക്കും. അതേപോലെ നമുക്ക് ഒരു പബ്ലിക് കോൺഫിഡൻസും ബിൽഡ് ചെയ്ത് തരും. അതേപോലെ പല സോഴ്സിലുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക, ടോപ്പ് ടാലൻറ്റ് എംപ്ലോയീസ് റിക്രൂട്ട് ചെയ്യുക. അവരെപ്പോഴും ഇങ്ങനെ ഒരു ഗ്രീൻ ബിസിനസ്സിലാവുമ്പോൾ ദേ വിൽ ടേക്ക് എഫേർട്സ് ടു റീറ്റെയിൻ ഇൻ ദ സെയിം ഓർഗനൈസേഷൻ ആൻഡ് എൻഷുർ. For that, we should give them some incentives. അവർക്ക് വേണ്ട രീതിയിലുള്ള റിട്ടൻഷൻ സ്ട്രാറ്റജീസും നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. So these are the efforts for making a green business successful. That is cost saving and profit enhancement, capitalize competitive advantage, make world safer and healthier, retain and attract the top talent. So these are the efforts that we can make. Next, we want to see what are the steps. ഒരു കോർപ്പറേറ്റ് ഗ്രീനിങ് എന്ന കൺസെപ്റ്റിലേക്ക് മാറുമ്പോൾ നമ്മൾ എന്ത് രീതിയിലാണ് അല്ലെങ്കിൽ what are the major steps that we want to adopt.
ഫസ്റ്റ് വൺ ഇസ് മേക്ക് ദ എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ്. നമ്മളൊരു എൻവയോൺമെൻറ്റ് അസസ്മെൻറ്റ് നടത്തണം. നമ്മുടെ പ്രൊഡക്ട്സ് എന്താണ്, സർവീസസ് എന്താണ്, സിസ്റ്റം എന്താണ്, അതിനെ പറ്റിയിട്ടൊരു സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് നടത്തുക. ദെൻ ഐഡൻറ്റിഫൈ ദ ഓപ്പർച്യൂണിറ്റീസ് ഫോർ സേവിങ്സ് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ്. വാട്ട് ആർ ദ മേജർ ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ആർ അവൈലബിൾ ടു സേവ് ആൻഡ് ഇംപ്രൂവ്. എന്തെല്ലാം ഇംപ്രൂവ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ്, സേവിങ് ഓപ്പർച്യൂണിറ്റീസ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. നെക്സ്റ്റ് വി വോണ്ട് ടു അനലൈസ് ദ സസ്റ്റൈനബിലിറ്റി എത്രത്തോളം നടക്കും എന്ന രീതിയിലൊരു അനാലിസിസ് നടത്തുക. നെക്സ്റ്റ് എൻവയോൺമെൻറ്റ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് അസസ്മെൻറ്റ് ഓഫ് ദ ലൈഫ് സൈക്കിൾ ഓഫ് ദി പ്രൊഡക്റ്റ്. എങ്ങനെ നമ്മളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് സസ്റ്റൈനബിൾ, കോസ്റ്റ് എഫിഷ്യൻ്റ് ആക്കാൻ പറ്റും, അതിൻ്റെ എൻവയോൺമെൻറ്റ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ആസ്പെക്ട്സുകൾ എന്താണ് എന്നതൊരു അസസ്മെൻ്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വേണ്ടത്. ദെൻ വി വോണ്ട് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ കാൽക്കുലേഷൻ ആൻഡ് ദ മിറ്റിഗേഷൻ ഓഫ് ദി കാർബൺ ഫുട് പ്രിൻറ്റ്സ്. ഇതുവരെയുള്ള നമ്മുടെ പൊല്യൂഷൻ്റെ എഫക്റ്റ് എന്താണ് ഇതുവരെ നിന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഒരു കാർബൺ ഫുട് പ്രിൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുക ആൻഡ് ഓൾസോ ടു ക്വാണ്ടിഫൈ ദ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. നമ്മൾ പ്രൊവൈഡ് ചെയ്ത ഗുഡ്സും സർവീസസും വെച്ച് എന്തെല്ലാം എമിഷൻസ്, എത്രത്തോളം എമിഷൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ട് യു വോണ്ട് ടു ക്വാണ്ടിഫൈ ദം. നെക്സ്റ്റ് വി വോണ്ട് ടു കാൽക്കുലേറ്റ് വാട്ടർ ഫുട് പ്രിൻറ്റ്സ്. നമ്മൾ കാർബൺ ഫുട് പ്രിൻറ്റ്സ് കണ്ടുപിടിച്ച പോലെ വാട്ടർ ഫുട് പ്രിൻറ്റ്സും കണ്ടുപിടിക്കുക ആൻഡ് ഓൾസോ ക്വാണ്ടിഫൈ ദോസ് വാട്ടർ ഫുട് പ്രിൻറ്റ് ഫ്ലോ associated with the life cycle of the product and service. And at last we want to develop the diagnosis report and studies and it to minimize, which will reduce the risk and also maximize the opportunities in the business field or the environmental field. So these are the major steps in corporate greening. എങ്ങനെ ഒരു കോർപ്പറേറ്റ് ഗ്രീനിങ് എന്ന കൺസെപ്റ്റിലേക്ക് നമ്മുടെ നോർമൽ ട്രഡീഷണൽ എക്കോളജിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ട്രഡീഷണൽ എക്കോണമിക് ടു എ സസ്റ്റൈനബിൾ ഗ്രീനിങ് ടെക്നിക്ക് എങ്ങനെ നമുക്ക് മാറാൻ പറ്റും. ഫസ്റ്റ് an assessment, environment assessment, then opportunities identification, doing the sustainabilities analysis, then environmental, social and economic assessment should be done. Carbon footprints കണ്ടുപിടിക്കുക, അത് ക്വാണ്ടിഫൈ ചെയ്യുക. വാട്ടർ footprints കണ്ടുപിടിക്കുക, അതിനെയും ക്വാണ്ടിഫൈ ചെയ്യുക. And develop this diagnosis report and the studies in order to mitigate this risk and also maximize the opportunities in the environmental field. So these are the major steps that can be taken in a corporate greening. So today we have discussed from the business ethics. Business ethics ഓടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. വാട്ട് ഈസ് മെൻ ബൈ ബിസിനസ് എത്തിക്സ്, വാട്ട് ഈസ് ടു ബി സീൻ ഇൻ ദാറ്റ്, ദെൻ വാട്ട് ആർ ദ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗ്രീൻ ബിസിനസ്. അങ്ങനെ നമ്മൾ ഗ്രീൻ ബിസിനസ്സിലേക്ക് എത്തി ആൻഡ് ഓഫ് വിച്ച് ഐ ഹാവ് ടേക്കൺ സം ലെക്ചേഴ്സ്. ഇനി ബാക്കി ഇതിനെ പറ്റിയിട്ട് ഗ്രീൻ ബിസിനസ്സിനെ പറ്റി പഴയ ലെക്ചേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളതാണ് ഞങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ദ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ദ പ്രോബ്ലംസ് ഓഫ് എ ഗ്രീൻ ബിസിനസ് ആൻഡ് വാട്ട് ആർ ദ മേജർ efforts that we need to take and how we want to take a green business activity. So with this we can end this today's portion, and with this your module is also complete and the portion is also complete. So if you have any doubts, just message me. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക and we can end today's lecture. Thank you for your support.